ഏതൊക്കെ പ്രദേശത്ത് നിന്നാണ് വൈദ്യരെ കാണാനായിട്ട് പേഷ്യൻസ് വരാറുള്ളത്? ഇന്ത്യക്ക് പുറത്തുനിന്നൊക്കെ വരാറുണ്ടോ? ഇന്ത്യക്ക് പുറത്തുള്ള പേഷ്യൻസും ഇടയ്ക്ക് വരുന്നുണ്ട്. റഷ്യൻസ് ആണെങ്കിൽ ശരി, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അത് മലയാളികളുടെ കെയർ ഓഫിലാണ് വരുന്നത്. ഇവിടെ നിന്ന് പോയിട്ടുള്ള നമ്മളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വിദേശത്തുള്ള നഴ്സുമാരെല്ലാവരും മലയാളികളാണല്ലോ. കൂടുതൽ നമ്മുടെ മലയാളി നഴ്സുമാരെല്ലായിടത്തും ഉണ്ട്, ഓസ്ട്രേലിയയിലും അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കെയർ ഓഫിലാണ് വരുന്നത്. അവരിങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, അവർ ചികിത്സയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിദേശികൾ വരുന്നുണ്ട്. പിന്നെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ടുള്ള കൂടാതെ ഇപ്പം കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. ഹിമാചൽ പ്രദേശിൽ വന്ന കുറേ പേഷ്യൻസ് അവർ വളരെ നല്ല സക്സസ് ആണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ക്ലൈമറ്റും നമ്മുടെ മരുന്നും തമ്മിൽ ഒരു അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടോയെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അവിടുന്ന് പേഷ്യൻസ് വരാൻ കാരണം ആദ്യം വന്ന പേഷ്യന്റ് ഡോക്ടേഴ്സ് ആയിരുന്നു. ഭാര്യയും ഭർത്താവും അലോപ്പതി ഡോക്ടർമാരായിരുന്നു. അവര് ഇവിടെ വന്ന് ചികിത്സിച്ചു സുഖപ്പെട്ടപ്പോൾ അവർക്ക് തന്നെ അതിശയമാണ്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്നോടും എൻ്റെ വൈഫ് ഡോക്ടർ ബീനോടും ചോദിക്കാറുണ്ട്, 2 മാസത്തിൽ ഒരു 10 ദിവസം വന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ നമ്മൾക്ക് ഈ ഒരു പാരമ്പര്യ ചികിത്സ ആയതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥാപനത്തിന്റെ കീഴിൽ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു കച്ചവടവൽക്കരിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മരുന്ന് വിൽപ്പന എന്നുള്ള രീതിയിൽ പോകാനോ താല്പര്യമില്ല. നമ്മളുടെ മരുന്ന് എത്രമാത്രം പ്യുവറാണെന്നും അത് എത്രമാത്രം മഹത്തരമാണെന്നും നമുക്ക് അറിയുമ്പോൾ നമ്മളെ മരുന്ന് നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി, ആവശ്യക്കാർ ഇവിടെ എത്തട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് കടകളിൽ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു ഡോക്ടർമാരുടെ കയ്യിലൂടെ കൊടുത്തിട്ട് ഇതിനെ വ്യാപാരത്തിന്റെ രീതിയിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് പോകാൻ താല്പര്യമില്ല. ഇത് പാരമ്പര്യ രീതി തന്നെ തുടരട്ടെ എന്ന് വേണം. അപ്പോൾ ഏകദേശം ഓൾ ഇന്ത്യ രീതിയിലുള്ള എല്ലാവരും ഉണ്ട്. നമ്മളുടെ ചികിത്സയിൽ കുട്ടികളായ ധാരാളം 100 കണക്കിന് പട്ടാളക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എവിടെയൊക്കെ പോകണമെങ്കിൽ അവിടെയൊക്കെ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എല്ലാ സ്റ്റേറ്റിൽ നിന്നും നമുക്ക് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ സക്സസ് ആവുന്നുമുണ്ട്. പക്ഷെ ഇത് മറ്റുള്ള ഹോസ്പിറ്റലുകാർ, പല ഹോസ്പിറ്റലുകാർ, കേരളത്തിൽ തന്നെ കുറേ ഹോസ്പിറ്റലുകാർ എന്നോട് ഇവിടെ നമുക്ക് നിങ്ങളുടെ നാട്ടുവൈദ്യത്തിൻ്റെയും കൂടിയിട്ട് ഒരു ശാഖ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാം. അതായത് IVF പോലുള്ള ചികിത്സകൾ പരാജയപ്പെടുമ്പോൾ, അതായത് അണ്ടത്തിന് ക്വാളിറ്റി ഇല്ലാത്ത പ്രശ്നങ്ങൾ, ബീജാണുക്കളുടെ ചലനശേഷി കുറവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ മരുന്ന് എഫക്റ്റീവ് ആണെന്ന് അവർക്കറിയാം. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ചെയ്തിട്ട് വലിയ വലിയ അലോപ്പതി ഡോക്ടർമാരാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കാനാണ് താല്പര്യം. കാരണം അതൊരു പാരമ്പര്യ ചികിത്സയാണ്. ഇതിന് കച്ചവടത്തിന്റെ പാതയിലൂടെ പോകുകയാണെങ്കിൽ ഇത് സാധാരണക്കാരന് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഇതിപ്പോൾ ഒരു ദിവസം ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാൽ എൻ്റെ ചികിത്സ ഒരു മാസത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അത്രയും ലളിതമായ രീതിയിലാണ് നമ്മുടെ ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരും ഇങ്ങനെ മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ പാരമ്പര്യം കൊണ്ട് ഒരു ഗുണം കിട്ടട്ടെ. അവരുടെയൊക്കെ അനുഗ്രഹമാണ് നമ്മളുടെ ഈ നിലനിൽപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ വെളിച്ചെന്ന് പറഞ്ഞാൽ ഈ സക്സസ് ആയിട്ടുള്ള ഈ പേഷ്യൻസിൻ്റെയൊക്കെ പ്രാർത്ഥന തന്നെയായിരിക്കുമെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കാറുള്ളത്.